മിഡിൽ ഈസ്റ്റിൽ സംഘർഷത്തിൻ്റെ കാർമേഘം നിറയുന്നു. സിറിയയിൽ സംഘർഷം രൂക്ഷമാകുന്നു. പതിവുപോലെ ഒരറ്റത്ത് ഇസ്രായേലുണ്ട്. ഇറാൻ ഇസ്രായേൽ സംഘർഷം താൽക്കാലികമായി വെടിനിർത്തലിൻ്റെ ആശ്വാസത്തിലാണ്. എന്നാൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വാക്പോരിന് കുറവ് വന്നിട്ടില്ല. എന്നു മാത്രമല്ല, ശക്തമായ ആക്രമണം ഇസ്രായേലിനൊപ്പം US നടത്തിയിട്ടും ഇറാന് കാര്യമായ തിരിച്ചടി നൽകാൻ കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല, ഇറാൻ സൈനിക ശക്തി കൂട്ടുന്നതായും റിപ്പോർട്ടുകൾ വന്നു. അതിനിടയിൽ കാസ്പിയൻ കടലിൽ നാവിക ശക്തി പ്രകടിപ്പിക്കുകയാണ് ഇറാൻ. 3 ദിവസത്തെ ബഹുരാഷ്ട്ര നാവിക അഭ്യാസമായ കാസറക്സ് 2025 ഇറാൻ സംഘടിപ്പിക്കുന്നു. ഇറാനിൽ നിന്നും റഷ്യയിൽ നിന്നുമുള്ള നാവികസേനകൾ ഈ അഭ്യാസത്തിൽ പങ്കെടുക്കുന്നു. മറ്റ് കാസ്പിയൻ തീരദേശ രാജ്യങ്ങളിൽ നിന്നുള്ളവരും പങ്കെടുക്കുമെന്നാണ് റിപ്പോർട്ട്. സുരക്ഷിതമായ കാസ്പിയൻ കടലിനായി ഒരുമിച്ച് എന്ന ബാനറിലാണ് കാസറക്സ് 2025 സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇറാന്റെ നേവിയുടെ നോർത്തേൺ ഫ്ലീറ്റ് ആതിഥേയത്വം വഹിക്കും. സമുദ്രത്തിലെ അടിയന്തര സാഹചര്യങ്ങൾ നേരിടാനുള്ള സേനയുടെ സന്നദ്ധതയും ഏകോപനവും പരീക്ഷിക്കുകയാണ് ഈ അഭ്യാസം ലക്ഷ്യമിടുന്നത്. ഇറാന്റെ ആർമി നേവി, ഇസ്ലാമിക് റവല്യൂഷൻ ഗാർഡ്സ് കോർപ്സ് നേവി, ഇറാന്റെ ലോ എൻഫോഴ്സ്മെന്റ് കമാൻഡ് എന്നിവയിൽ നിന്നുള്ള നാവിക യൂണിറ്റുകൾ, റഷ്യൻ നാവികസേനയുടെ കപ്പലുകളും ഉദ്യോഗസ്ഥരും ഈ അഭ്യാസത്തിൽ പങ്കെടുക്കും. പ്രാദേശിക സമുദ്ര സുരക്ഷ ശക്തിപ്പെടുത്തുക, കാസ്പിയൻ കടൽ അയൽക്കാർക്കിടയിൽ പരസ്പര വിശ്വാസം പ്രോത്സാഹിപ്പിക്കുക, നാവികസേനകൾ തമ്മിലുള്ള പരസ്പര പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കുക എന്നിവയാണ് കാസറക്സ് 2025 പ്രാഥമിക ലക്ഷ്യങ്ങൾ. തന്ത്രപരമായി പ്രധാനപ്പെട്ട കാസ്പിയൻ മേഖലയിൽ ഇറാനും റഷ്യയും തമ്മിലുള്ള സൈനിക സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്തുകയും കാസറക്സ് 2025 പ്രധാന ലക്ഷ്യമാണ്. അതിനിടെ UN മുൻ ദേശീയ സുരക്ഷാ ഉപദേശകൻ ജെയ്ക്ക് സളിവന്റെ നിരീക്ഷണം ചർച്ചയാകുന്നു. ഇറാനെ ആക്രമിക്കാനുള്ള US തീരുമാനം വൻ അബദ്ധമായാണ് വിലയിരുത്തുന്നത്. അതേ അഭിപ്രായം പ്രകടിപ്പിച്ചിരിക്കുകയാണ് US മുൻ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ്. ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കാനുള്ള ട്രംപ് ഭരണകൂടത്തിന്റെ തീരുമാനം അനാവശ്യവും വിപരീത ഫലം ഉളവാക്കുന്നതുമാണെന്നാണ് ജെയ്ക്ക് സളിവന്റെ അഭിപ്രായം. പ്രത്യേകിച്ച് ഇറാൻ ഒരു ദീർഘകാല നയതന്ത്ര കരാർ അംഗീകരിക്കാൻ തയ്യാറായ സമയത്തുണ്ടായ ആക്രമണം അബദ്ധമായിപ്പോയി എന്ന് തന്നെയാണ് ജെയ്ക്ക് സളിവൻ പറയുന്നത്. വെള്ളിയാഴ്ച ആസ്പൻ സെക്യൂരിറ്റി ഫോറത്തിൽ സംസാരിക്കുമ്പോഴാണ് ജെയ്ക്ക് സളിവൻ ഈ അഭിപ്രായം പ്രകടിപ്പിച്ചത്. ട്രംപ് ഭരണകൂടത്തിന് സൈനിക നടപടി പൂർണ്ണമായും ഒഴിവാക്കാമായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ഏതാനും വർഷങ്ങൾ മാത്രമല്ല, പതിറ്റാണ്ടുകളോളം അവരുടെ ആണവ പദ്ധതിയെ നിയന്ത്രിക്കാൻ കഴിയുമായിരുന്ന വളരെ നല്ലൊരു കരാറിന് ഇറാൻ തയ്യാറായിരുന്നുവെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. ഇറാൻ ആണവ പ്രശ്നം ശാശ്വതമായി പരിഹരിക്കാനുള്ള ഏകമാർഗം നയതന്ത്രമാണെന്ന് സളിവൻ പറഞ്ഞു. എൻ്റെ കാഴ്ചപ്പാടിൽ ട്രംപ് സ്വീകരിക്കേണ്ട മാർഗം അതാണ്. കാരണം ഇറാൻ ആണവ ഭീഷണിക്ക് ശാശ്വതമായൊരു അന്ത്യം കൈവരിക്കുന്നതിനുള്ള ഏക പ്രായോഗിക മാർഗം നയതന്ത്രമാണ്, ജെയ്ക്ക് സളിവൻ വ്യക്തമാക്കി. ജൂൺ 22 US ഇറാനിൽ ആക്രമണം നടത്തിയത്. പിന്നാലെ ഇറാനും തിരിച്ചടിച്ചു. 48 മണിക്കൂറിനുള്ളിൽ ഖത്തറിലെ US അൽ ഉദൈദ് സൈനിക താവളത്തെ ലക്ഷ്യമാക്കി ഇറാൻ മിസൈൽ ആക്രമണം നടത്തി. ഇറാന്റെ ആക്രമണം സൈനിക താവളത്തിൽ വലിയ നാശം വിതച്ചു. പിന്നാലെ US വെടിനിർത്തലിന് നിർബന്ധിതരായി. ഫോർദോ, നദാൻസ്, ഇസ്ഫഹാൻ എന്നീ 3 പ്രധാന കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ചാണ് US B-2 ബോംബറുകളും പ്രിസിഷൻ ഗൈഡഡ് യുദ്ധോപകരണങ്ങളും വിന്യസിച്ചത്. ആക്രമണങ്ങൾ ഭൂഗർഭ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് കേടുപാടുകൾ വരുത്തിയതായി US അവകാശപ്പെട്ടു. എന്നാൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് വലിയ നാശം വരുത്തുവാൻ US ആക്രമണങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ലെന്ന് റിപ്പോർട്ടുകൾ പിന്നീട് പുറത്തു വന്നു. ഈ റിപ്പോർട്ടുകൾ ശരിവയ്ക്കുന്നതാണ് US മുൻ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവിൻ്റെ വെളിപ്പെടുത്തൽ.